നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മുംബൈ സിറ്റി FC വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മത്സരമായിരുന്നു നടന്നത്. കരുത്തരായ മുംബൈ സിറ്റി FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCനെ 4 ഗോളുകൾ തോൽപ്പിച്ചു വിട്ടിരിക്കുകയാണ്. എന്തായാലും മുംബൈ സിറ്റി FCയുടെ മികച്ച പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട പേരാണ് ഇന്ത്യൻ താരമായ വിക്രം പ്രതാപ് സിംഗിൻ്റെ കാര്യം. 3-ാം മിനിറ്റിലും 10-ാം മിനിറ്റിലും 80-ാം മിനിറ്റിലും 3 ഗോളുകൾ നേടിക്കൊടുത്തിട്ടുണ്ട് മുംബൈ സിറ്റി FCക്ക് വിക്രം പ്രതാപ് സിംഗ്. എന്തായാലും താരത്തിൻ്റെ ഹാട്രിക്കാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ വാൻ നിഫ് എന്ന് പറയുന്ന താരം ആദ്യ പകുതിയിൽ അവസാന ഇഞ്ചുറി ടൈമിൽ ഒരു ഗോളും കൂടെ നേടിക്കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് 4 ഗോളുകൾ നേടിയത്. ആശ്വാസ ഗോളായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്ക് വേണ്ടി മലയാളി താരമായ ജിതിൻ MS ആണ് 79-ാം മിനിറ്റിൽ ഗോൾ നേടിക്കൊടുത്തത്. അതേപോലെ തന്നെ പാർത്ഥിബ് ഗൂഗി എന്ന് പറയുന്ന താരം ഇഞ്ചുറി ടൈമിൽ അവസാന മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടി പുറത്തു പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്ന മത്സരമാണ് ഇന്ന്. എന്തായാലും മുംബൈ സിറ്റി FC ഇന്നലത്തെ മത്സരത്തോടുകൂടി വീണ്ടും 1-ാം സ്ഥാനത്ത് തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും 39 പോയിൻറ്റുമായിട്ടാണ് മുംബൈ സിറ്റി FC 1-ാം സ്ഥാനത്ത് നിലനിൽക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഇന്ന് മോഹൻ ബഗാനെ നേരിടുമ്പോൾ എന്തായാലും ഒരു വിജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നൊരു വിജയത്തിൽ കുറഞ്ഞതൊന്നുമില്ല. കൊച്ചിയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് 8ൻ്റെ മണി കിട്ടിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ FC മത്സരത്തിൽ ഉണ്ടായ വിഷയത്തെ തുടർന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ചുമത്തിയ പിഴയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡ് കായിക കോടതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയ കേസ് പരാജയപ്പെട്ടിരിക്കുകയാണ്. 4 കോടി ബ്ലാസ്റ്റേഴ്സ് 2 ആഴ്ചയ്ക്കകം പിഴ അടയ്ക്കണമെന്നും കൂടാതെ കേസ് നടത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ചിലവായ തുകയും നൽകണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.